നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു 100ാം വാർഷികമാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ PSCക്ക് വാർഷികങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫാക്ടുകളും നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ 100ാം വാർഷികം ആരുമായി ബന്ധപ്പെട്ടതെന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലാണ്. ഇവർ തമ്മിൽ ഒരിക്കൽ കണ്ടുമുട്ടുകയുണ്ടായി. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ ഒരിക്കൽ കണ്ടുമുട്ടി. ഗാന്ധിജി അങ്ങോട്ട് ചെന്ന് കണ്ടതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമത്തിന് 100 വയസ്സ്. ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം. 1925 മാർച്ച് 8 മുതൽ 19 വരെ. എന്ന് മുതൽ എന്ന് വരെ? മാർച്ച് 8 മുതൽ 19 വരെ. 1925 മാർച്ച് 8 മുതൽ 19 വരെ. എന്തിനോടനുബന്ധിച്ച്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു ഗാന്ധിജിയുടെ 2ാം കേരള ദർശനം. ഇപ്പൊ ഗാന്ധിജി നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത് ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനത്തിനാണ്. മാർച്ച് 12-ന് ഗാന്ധിജി ശിവഗിരിയിൽ താമസിച്ചു. അപ്പോൾ മാർച്ച് 12-ന് ഗാന്ധിജി ശിവഗിരിയിൽ താമസിച്ചു. അപ്പോൾ ഈ മാർച്ച് 12-നാണ് മഹാത്മാഗാന്ധി ആരെ കാണുന്നത്? ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. എവിടെ വെച്ച്? നമ്മുടെ ശിവഗിരിയിൽ വെച്ച്. ഗാന്ധിജിയുടെ 1ാം കേരള സന്ദർശനം. അപ്പോൾ നമുക്ക് ഈ 2ാം കേരള സന്ദർശനം 100 വയസ്സ് തികഞ്ഞ സ്ഥിതിക്ക് 1ാം കേരള സന്ദർശനം എന്നാണെന്ന് നോക്കാം. 1920 ഓഗസ്റ്റ് 18-നാണ് 1ാം കേരള സന്ദർശനം. 1920 ഓഗസ്റ്റ് 18-ന് നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെയും ഖിലാഫത്ത് സമരത്തിന്റെയും പ്രചരണാർത്ഥം കോഴിക്കോട്ടേക്ക് ഒറ്റ ദിവസത്തെ സന്ദർശനമായിരുന്നു 1920 ഓഗസ്റ്റ് 18-ന് ഗാന്ധിജി നടത്തിയത്. എന്താണ്? ഗാന്ധിജിയുടെ 1ാം കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 18-ന് നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെയും ഖിലാഫത്ത് സമരത്തിന്റെയും പ്രചരണാർത്ഥമായിരുന്നു. ഇത് ഒറ്റ ദിവസത്തെ സന്ദർശനമായിരുന്നു. കോഴിക്കോടാണ് എത്തിയിരുന്നത്. 2ാം സന്ദർശനം 1925 മാർച്ച് 8 മുതൽ 19 വരെയായിരുന്നു. അതിൽ മാർച്ച് 12-നാണ് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920 ഓഗസ്റ്റ് 18-നാണ്. നമ്മൾ പറഞ്ഞു ഖിലാഫത്ത് പ്രചരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജി എത്തിച്ചേർന്നത്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലുള്ള പ്രചാരണവും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണവുമായിരുന്നു. എന്താണ്? ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലുള്ള പ്രചാരണമായിരുന്നു. കൂടാതെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും പ്രചാരണം. ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനത്തിലെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര്? അപ്പൊ ഗാന്ധിജി പറയുന്നത് നമുക്ക് മനസ്സിലാകില്ല, നമുക്ക് ഹിന്ദി അറിയില്ലല്ലേ. അപ്പോ ഗാന്ധിജിയുടെ പ്രസംഗം ആരെങ്കിലും ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടേ? ആരെങ്കിലും ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ അത് തർജ്ജമ ചെയ്തത് ആരായിരുന്നു? നമ്മുടെ കെ മാധവൻ നായർ ആയിരുന്നു. ആരായിരുന്നു? കെ മാധവൻ നായർ. കെ മാധവൻ നായരാണ് ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനത്തിലെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം നടന്നത് 1925 മാർച്ച് 8-നാണ്. മാർച്ച് 8 എന്ത് ദിനമാണ്? വനിതാ ദിനമാണ്. 1925 മാർച്ച് 8 വനിതാ ദിനത്തിന്റെ അന്നാണ് ഗാന്ധിജി 2ാമത് കേരളത്തിലെത്തിയത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം. എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലനം അറിയിച്ചുകൊണ്ടാണ് ഗാന്ധിജി 2ാമതായി കേരളം സന്ദർശിക്കുന്നത്. 2ാം സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. റാണി സേതു ലക്ഷ്മിബായിയെ 2ാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിക്കുന്നു. ഗാന്ധിജി തന്റെ 2ാം കേരള സന്ദർശനത്തിൽ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. എന്നായിരുന്നു? മാർച്ച് 12-ന്. കൃത്യമായിട്ട് ആ ഡേറ്റ് ഓർത്തിരിക്കുക. 1925 മാർച്ച് 12-നാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധിജി ശിവഗിരിയിലെത്തി ആരെ സന്ദർശിക്കുന്നു? നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നു. ഇതിനെന്താണ്? 100ാം വർഷം. ഇതിന്റെ 100ാം വർഷമാണ് നമ്മൾ ആഘോഷിച്ചത്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്തതാര്? അപ്പോൾ ആദ്യത്തെ കേരള സന്ദർശനത്തിൽ ഗാന്ധിജിയുടെ പ്രസംഗം തർജ്ജമ ചെയ്തത് കെ മാധവൻ നായർ ആയിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ സംസാരിച്ചു. അപ്പോൾ ആ സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്തത് ആരായിരുന്നു? എൻ കുമാരൻ. ആരാണ്?
എൻ കുമാരനാണ് ശ്രീനാരായണ ഗുരുവും ആരും തമ്മിലുള്ള മഹാത്മാഗാന്ധിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്തത്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ കുമാരനാണെന്ന് ഓർക്കുക. അപ്പൊ ആരായിരുന്നു ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്തത്? എൻ കുമാരനാണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്തത്. മൂന്നാം സന്ദർശനം. ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിച്ച വർഷം 1927 ഒക്ടോബർ 9-നാണ്. 1927 ഒക്ടോബർ 9-ന് ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിച്ചത്. അപ്പോൾ മൂന്നാമതായി കേരളം സന്ദർശിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ദക്ഷിണേന്ത്യൻ പര്യടനവുമായി ബന്ധപ്പെട്ടായിരുന്നു. തൃശൂരിലെ വിവേകോദയം വിദ്യാലയം സന്ദർശിച്ചതും ഖാദിയുടെ പ്രചാരണത്തിൽ പങ്കെടുത്തതും അദ്ദേഹത്തിന്റെ മൂന്നാമത് കേരള സന്ദർശനത്തിലാണ്. അപ്പോൾ മഹാത്മാഗാന്ധി മൂന്നാമത് കേരള സന്ദർശനത്തിലാണ് തൃശൂരിലെ വിവേകോദയം വിദ്യാലയം സന്ദർശിച്ചു. പിന്നെന്താണ്? ഖാദിയുടെ പ്രചാരണത്തിൽ പങ്കെടുത്തു. ഖാദിയുടെ പ്രചാരണത്തിലും പങ്കെടുത്തു. എത്രാമത് സന്ദർശനം? മൂന്നാം സന്ദർശനം. മൂന്നാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി വള്ളത്തോൾ നാരായണ മേനോനെ കണ്ടു. അപ്പൊ മൂന്നാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച കേരളത്തിന്റെ എഴുത്തുകാരൻ, മലയാളത്തിലെ എഴുത്തുകാരൻ ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. മൂന്നാം സന്ദർശനത്തിലാണ് ഗാന്ധിജി വള്ളത്തോൾ നാരായണ മേനോനെ കാണുന്നത്. 1927 ഒക്ടോബർ 9-ന് ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിച്ചത്. നാലാം സന്ദർശനം. ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം. ഹരിജൻ ധനസമാഹരണത്തിനായി ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ചത് 1934 ജനുവരി 10-നാണ്. ഹരിജൻ ധനസമാഹരണത്തിനായി, എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് കാശ് സമാഹരിക്കണം. ഹരിജൻ ധനസമാഹരണത്തിനായിട്ടാണ് ഗാന്ധിജി നാലാമതായി കേരളത്തിലെത്തിയത്. ഹരിജന ഫണ്ടിലേക്കായി വടകരയിൽ വെച്ച് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് ആര്? കൗമുദി ടീച്ചർ. അപ്പോൾ ഗാന്ധിജിയുടെ നാലാമത് കേരള സന്ദർശനത്തിൽ ഹരിജൻ ധനസമാഹരണത്തിനായി ഗാന്ധിജി കേരളം സന്ദർശിച്ച വേളയിൽ വടകരയിൽ വെച്ച് ഹരിജൻ ഫണ്ടിലേക്കായി തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് ആര്? കൗമുദി ടീച്ചർ. ഗാന്ധിജിയുടെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ സന്ദർശനം നടന്നത് 1937 ജനുവരി 12-നാണ്. 1937 ജനുവരി 12-നാണ് ഗാന്ധിജി അഞ്ചാമതും അവസാനവുമായി കേരള സന്ദർശനം നടത്തിയത്. അപ്പോൾ ഗാന്ധിജി ആകെ 5 തവണയാണ് കേരളം സന്ദർശിക്കുന്നത്. അതിൽ രണ്ടാമത്തെ തവണ 1925 മാർച്ച് 12-നാണ് ഗാന്ധിജി ആരെ കണ്ടുമുട്ടുന്നത്? നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. കൂടാതെ നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരിയായ റാണി സേതുഭായിയെയും എന്ത് ചെയ്തു? ഗാന്ധിജി സന്ദർശിച്ചു. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം. അപ്പോൾ അവസാനമായി ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തിൽ വെങ്ങാനൂര് വെച്ച് ആരെ കണ്ടുമുട്ടുന്നു? നമ്മുടെ അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നു. ആരെ കണ്ടുമുട്ടുന്നു? അയ്യങ്കാളിയെ. അവസാനത്തെ കേരള സന്ദർശനത്തിൽ 1937 ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനത്തിലാണ് വെങ്ങാനൂരിൽ വെച്ച് ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത്. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. എങ്ങനെ വിശേഷിപ്പിച്ചു? പുലയരാജ. മഹാത്മാഗാന്ധി പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെയാണ്. എത്രാമത് കേരള സന്ദർശനത്തിലായിരുന്നു ഈ സംഭവം? അഞ്ചാമത്തേതും അവസാനത്തേതുമായ കേരള സന്ദർശനത്തിലായിരുന്നു. അപ്പൊ ഇത്രയുമാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക്. രാജ്യത്ത് സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് എയർടെൽ. ഏത് കമ്പനിയാണ്? എയർടെൽ ആണ്. ഓർക്കുക, എയർടെൽ ആണ് രാജ്യത്ത് ഇന്ത്യയിൽ സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്. ആരാണ്? എയർടെൽ ആണ്. ഇതിനായി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചതായി ഭാരതി എയർടെൽ ഓഹരി വിപണിയെ അറിയിച്ചു. അപ്പോൾ എയർടെൽ ഉടനെ അറിയിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഇലോൺ മസ്കുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സ്റ്റാർലിങ്കിന്റെ ഇന്ത്യൻ വിപണി പ്രവേശനത്തിനും ധാരണയായത്. അപ്പൊ സ്റ്റാർലിങ്കിന്റെ ഇന്ത്യൻ വിപണി പ്രവേശനത്തിനും ധാരണയായിട്ടുണ്ട്. ഉടൻ തന്നെ നമുക്ക് സ്റ്റാർലിങ്കുമായിട്ട് ഒരു കണക്ഷൻ വരാൻ പോകുന്നു. അപ്പോൾ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ സ്റ്റാർലിങ്കിന്റെ നടപ്പിലാക്കാൻ പോകുന്നത് എയർടെൽ ആണ് എന്ന് ഓർത്തിരിക്കുക. രാജ്യത്ത് ഇന്റർനെറ്റ് ലഭ്യത വ്യാപിപ്പിക്കാൻ സ്പേസ് എക്സുമായുള്ള സഹകരണം സഹായകമാകുമെന്നാണ് എയർടെൽ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ധാരണ പ്രകാരം എയർലിങ്കിന് സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ വിപണിയിൽ എത്തിക്കാനും അതിവേഗത്തിലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനും കഴിയും. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഇപ്പൊ തന്നെ 5G ആണ്, കുറച്ചും കൂടി സ്പീഡ്. 5G അത്ര എഫക്റ്റീവ് അല്ല, എല്ലാ ഫോണുകളിലൊന്നും എഫക്റ്റീവ് അല്ല. അപ്പൊ കുറച്ചും കൂടി എഫക്റ്റീവ് ആകുന്ന രീതിയിൽ ഇന്റർനെറ്റ് സേവനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ലഭ്യമാക്കാനാണ് ഈ സ്റ്റാർലിങ്കുമായിട്ടുള്ള ഒരു ധാരണ. ഗ്രാമീണ മേഖലയിലെ സ്കൂളുകളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ഉൾനാടുകളിലും ഡിജിറ്റൽ സേവനങ്ങളുടെ ലഭ്യതയിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ഇത് സഹായിക്കും. ഇപ്പൊ നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ സ്കൂളുകളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും അതുപോലെ ഉൾനാടുകളിലും ഒക്കെയുള്ള ഡിജിറ്റൽ സേവനങ്ങൾ അറിയാം. നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഫോണിന്റെ സിഗ്നൽ കുറയും, നമുക്ക് നെറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുടെയൊക്കെ ഒരു പരിഹാരം കൂടിയാണ് ഇത്. സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹ സാങ്കേതിക വിദ്യ എയർടെൽ ശൃംഖല മെച്ചപ്പെടുത്തും. എയർടെലിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ സ്പേസ് എക്സിനും മുതൽക്കൂട്ടാകും. ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനത്തിനായി യൂടെൽ സാറ്റിന്റെ വൺ വെബുമായി നേരത്തെ എയർടെൽ ധാരണയിൽ എത്തിയിരുന്നു. സ്റ്റാർലിങ്ക് ഉപഗ്രഹത്തിൽ 6000-ഓളം ചെറിയ ഉപഗ്രഹങ്ങളുണ്ട്. ഓരോന്നിനും ഏകദേശം 200 കിലോഗ്രാമോളം ഭാരവുമുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റാർലിങ്ക് ഒരു സ്റ്റാർ തന്നെയാണ് കേട്ടോ. സ്റ്റാർലിങ്ക് ഉപഗ്രഹ സമൂഹത്തിൽ 6000-ഓളം ചെറിയ ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. ഇവ ഓരോന്നിനും എത്ര ഭാരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്? 260 കിലോഗ്രാം ഭാരങ്ങളുള്ള 6000-ഓളം ചെറിയ ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 550 കിലോമീറ്റർ ഉയരത്തിൽ താരതമ്യേന താഴ്ന്ന ഭ്രമണപഥത്തിലാണ് ഈ ഉപഗ്രഹങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 6000 ഉപഗ്രഹങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 550 കിലോമീറ്റർ ഉയരത്തിൽ താരതമ്യേന താഴ്ന്ന ഭ്രമണപഥത്തിൽ. സാധാരണഗതിയിൽ ഇതിനേക്കാളും ഉയരം വരും. മറ്റു ഉപഗ്രഹങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന താഴ്ന്ന ഒരു ഭ്രമണപഥത്തിലാണ് ഈ ഉപഗ്രഹങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. 3236 ഉപഗ്രഹങ്ങൾ ഈ വർഷം വിന്യസിക്കാനാണ് സ്പേസ് എക്സ് പദ്ധതിയിടുന്നത്. എത്രയാണ്? 3236 ഉപഗ്രഹങ്ങൾ ഈ വർഷം വിട്ട് നമ്മുടെ സ്റ്റാർലിങ്കിന്റെ ആ ഒരു പരിധി വർദ്ധിപ്പിക്കാനാണ് സ്പേസ് എക്സ് പദ്ധതിയിടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ ഉപഗ്രഹങ്ങൾ വിന്യസിച്ചിരിക്കുന്നതിനാൽ വിശാലമായ കവറേജ്, ഇന്റർനെറ്റ് വേഗത, മികച്ച സേവനം എന്നിവ ഉറപ്പാക്കാൻ സ്റ്റാർലിങ്കിലൂടെ കഴിയും. അപ്പോൾ കൂടുതൽ സാറ്റലൈറ്റുകൾ വിടുന്നതോടുകൂടി ഇന്റർനെറ്റിന്റെ വേഗതയും ഉപഗ്രഹങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് കൂടുതൽ കവറേജ് കിട്ടുന്നു, ഇന്റർനെറ്റ് വേഗത ലഭ്യമാകുന്നു, മികച്ച സേവനങ്ങൾ ലഭ്യമാകുന്നു. ഇതൊക്കെയാണ് സ്റ്റാർലിങ്ക് ഉറപ്പ് നൽകുന്നത്. സ്റ്റാർലിങ്ക് ഇതിനകം നിരവധി രാജ്യങ്ങൾക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നുണ്ട്. സ്ട്രീമിംഗ്, ഓൺലൈൻ ഗെയിമിംഗ്, വീഡിയോ കോളുകൾ എന്നിവയെയും മറ്റും പിന്തുണയ്ക്കാൻ കഴിവുള്ള ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നൽകുന്നതിന് ലോ എർത്ത് ഓർബിറ്റ് ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹ സമൂഹമാണെന്ത്? സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രീമിംഗ്, ഓൺലൈൻ ഗെയിമിംഗ്, വീഡിയോ കോളുകൾ എന്നിവയെയും മറ്റും പിന്തുണയ്ക്കാൻ കഴിവുള്ള, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഗെയിമിങ്ങിനായാലും സ്ട്രീമിങ്ങിനായാലും വീഡിയോ കോൾ ചെയ്യുന്നതിനായാലും കുറച്ചും കൂടി ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കുന്ന, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ പിന്തുണയ്ക്കാൻ കഴിവുള്ള ഒരു ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നൽകുന്നതിന് ലോ എർത്ത് ഓർബിറ്റ് ഉപയോഗിക്കുന്ന രാജ്യത്തിലെ ആദ്യത്തെ ഉപഗ്രഹ സമൂഹമാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. മറ്റു ചില വാർത്തകൾ നോക്കാം. അടുത്തിടെ പൊതുസുരക്ഷയ്ക്കായി റോബോട്ട് നായകളെയും സ്വയംഭരണ പെട്രോളിംഗ് വാഹനങ്ങളെയും വിന്യസിപ്പിച്ച രാജ്യമേത്? അടുത്തിടെ പൊതുസുരക്ഷയ്ക്കായി റോബോട്ട് നായകളെയും സ്വയംഭരണ പെട്രോളിംഗ് വാഹനങ്ങളെയും വിന്യസിപ്പിച്ചത് ഏത് രാജ്യമാണ്? ചൈനയാണ്. ഏത് രാജ്യമാണ്? ചൈന. പ്രധാനമായും ബീജിംഗ് നഗരത്തിലാണ് പ്രധാനമായും ഇത് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ രാജാ രാമണ്ണയുടെ ആത്മകഥ.
ഡോക്ടർ രാജ രാമണ്ണയുടെ ആത്മകഥയാണ് ഇയേഴ്സ് ഓഫ് പിലിഗ്രിമേജ്. എന്താണ് ഇയേഴ്സ് ഓഫ് പിലിഗ്രിമേജ്? ഡോക്ടർ രാജ രാമണ്ണയുടെ ആത്മകഥയാണ് ഇയേഴ്സ് ഓഫ് പിലിഗ്രിമേജ്. മാർച്ച് 14 ലോക ഗണിത ദിനം. മാർച്ച് 14 ലോക ഗണിത ദിനമാണ്. മാർച്ച് 14 ലോക ഗണിത ദിനം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരത്തിന് അർഹനായതാര്? വിവർത്തന പുരസ്കാരം 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം മലയാളത്തിലാണ് അർഹനായത്. KV കുമാരനാണ്. ആരാണ്? KV കുമാരൻ. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായ ടീമാണ് ഇന്ത്യ. അപ്പോൾ 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ഇന്ത്യയാണ്. കൃഷി, ദുരന്ത നിവാരണം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിലെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? എന്താണ്? കൃഷി, ദുരന്ത നിവാരണം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിലെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം. പദ്ധതികളൊക്കെ വരുമ്പോൾ കൃത്യമായി പഠിക്കുക. ഇതെന്താണ്? മാർഗദീപം. എന്തായിരുന്നു? 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? മാർഗദീപം. ഏക് പേഡ് മാ കാ നാം പദ്ധതി ആഗോളതലത്തിൽ വ്യാപിപ്പിച്ച് പ്രധാനമന്ത്രി. എന്താണ്? അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതി. എന്താണ്? അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതി. അതാണ് ഏക് പേഡ് മാ കാ നാം. എന്താണ്? ഏക് പേഡ് മാ കാ നാം പദ്ധതി ആഗോളതലത്തിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതി. അമ്മമാരുടെ ബഹുമാനാർത്ഥം വൃക്ഷത്തൈ നടൽ പ്രോത്സാഹിപ്പിക്കുന്ന ഏക് പേഡ് മാ കെ നാം പദ്ധതി. എന്താണ്? അമ്മമാരുടെ ബഹുമാനാർത്ഥം വൃക്ഷത്തൈ നടൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണിത്. എന്ത്? ഏക് പേഡ് മാ കാ നാം. എന്താണ്? ഏക് പേഡ് മാ കാ നാം പദ്ധതി. അമ്മയുടെ പേരിൽ, അമ്മമാരുടെ പേരിൽ ബഹുമാനാർത്ഥം ഓരോ വൃക്ഷത്തൈ നടുന്ന പദ്ധതി. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യം ഏത്? എന്താണ്? റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ് ഏത്? സൗദി അറേബ്യ. ഏതാണ്? സൗദി അറേബ്യ. മൗറീഷ്യസ് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ. എന്താണ്? മൗറീഷ്യസ് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ് ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഈ പുരസ്കാരം, ഈ പരമോന്നത ബഹുമതി ലഭിച്ചിരിക്കുന്നു ആർക്ക്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ഈ പദവി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തി മധ്യപ്രദേശിലെ 4 ചരിത്ര സ്ഥലങ്ങൾ. അപ്പോൾ ഏത് സംസ്ഥാനത്തിലെ ചരിത്ര സ്ഥലങ്ങളാണ് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? മധ്യപ്രദേശിലേതാണ്. എവിടത്തേതാണ്? മധ്യപ്രദേശിലേതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 ചരിത്ര പ്രസിദ്ധ സ്ഥലങ്ങൾ? അശോക ശാസന സ്ഥലങ്ങൾ. ഏതൊക്കെയാണ്? അശോക ശാസന സ്ഥലങ്ങൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ, ഗുപ്ത കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങൾ, ബുണ്ടേലകളുടെ കോട്ടകൾക്കുള്ള കൊട്ടാരങ്ങൾ. കൊട്ടാരങ്ങളല്ല, മുണ്ടേലകളുടെ കോട്ടകൾക്കുള്ള കൊട്ടാരങ്ങൾ. ഇവയാണ് എന്താണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്, താൽക്കാലിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഏതൊക്കെയാണ്? അശോക ശാസന സ്ഥലങ്ങൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ, ഗുപ്ത കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങൾ, ബുണ്ടേലകളുടെ കോട്ടകൾക്കുള്ള കൊട്ടാരങ്ങൾ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്